പുന്നപ്ര പറവൂർ കിഴക്ക് ഭാഗത്ത് 2 ബൂത്ത്, പഴവീട്. ഈ 3 സ്ഥലത്ത് കോൺഗ്രസിൻ്റെ ചില പ്രവർത്തകർ തന്നെ അല്ല ഈ BJPയുടെ ചില പ്രവർത്തകർ തന്നെ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്ന് വോട്ടർമാരോട് പറയുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നു. അപ്പം അതുകൊണ്ട് ആണ് ഞാൻ ഈ പറഞ്ഞത്, എത്ര പോയാലും എത്ര BJP വോട്ട് UDFിലേക്ക് കൊടുത്താലും ജയത്തിൻ്റെ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, വിജയിക്കും അമ്പലപ്പുഴയിൽ. ഇന്നലെ പോളിംഗ് ഡേയിൽ പ്രകടമായി. പോളിംഗ് ഡേ നന്നായി പ്രകടമായി. പോളിംഗ് ഡേക്ക് മുമ്പ് തന്നെ പറവൂർ ഭാഗത്ത് 2 ആക്റ്റീവ് വർക്കേഴ്സ്, ലാലൻ, ഹരി അങ്ങനെ എന്തോ പറയുന്ന പേരുകളാണ്, അവർ നേരിട്ട് തന്നെ ഇറങ്ങി വീടുകൾ കയറി പറഞ്ഞിരുന്നു. ഞങ്ങളുടെ ശ്രദ്ധ നേരത്തെ വന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഉള്ളത്. അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ 5000 വോട്ട് BJPയുടെ കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് ഈ ഡീലിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടായിട്ടുള്ള കാര്യമാണെന്ന് ഇന്നലെ പ്രകടമാവുകയും ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വോട്ടിംഗ് ആണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് നിരന്തരമായ ഈ അധിക്ഷേപ പരാമർശങ്ങൾ അത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. യാതൊരു രാഷ്ട്രീയമായ കാര്യവും തുടക്കം മുതലേ പറയാതാണല്ലോ. ഒന്ന്, മത്സരിക്കാൻ പ്രഖ്യാപിക്കപ്പെട്ട സമയം മുതൽ അവസാന നിമിഷം വരെയും ആരെയൊക്കെ അധിക്ഷേപിക്കാൻ പറ്റും. അതായത് ഇടതുപക്ഷത്തിലെ ഇപ്പോൾ CPMൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണെങ്കിൽ ആ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുതൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയൊക്കെ സുജാത വരെ ഇങ്ങനെ ആരെയെല്ലാം അധിക്ഷേപ പരാമർശം നടത്തിക്കൊണ്ടേയിരിക്കാം എന്നാണ് പുള്ളി ശ്രദ്ധിച്ച കാര്യം. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയമായ ചർച്ചയിൽ നിന്ന് വഴിമാറ്റാനുള്ള ശ്രമമാണ് നടന്നത്. രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷം ചർച്ച നടത്തിയാൽ അദ്ദേഹത്തിന് മത്സരത്തിന് ഒരു രാഷ്ട്രീയ ബേസുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു രാഷ്ട്രീയ ബേസുമില്ല. 7 പ്രാവശ്യം മത്സരിച്ചു, 3 പ്രാവശ്യം തോറ്റു, 4 പ്രാവശ്യം ജയിച്ചു, 8ാം പ്രാവശ്യം മത്സരിപ്പിച്ചില്ല എന്ന കാരണം മാത്രമേ അദ്ദേഹത്തിൻ്റെ മത്സരത്തിലുണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് അത് ചർച്ചയ്ക്ക് വിധേയപ്പെടാതിരിക്കാൻ മാധ്യമങ്ങളെ കാണുന്നത്. അമ്പലപ്പുഴയിൽ ഇത്തവണയും വിജയം ഉറപ്പ് തന്നെ എന്നാണ് സലാം പറയുന്നത്. ഒപ്പം കോൺഗ്രസ് G സുധാകരന് RSS വോട്ടുകൾ, BJPയുടെ വോട്ടുകൾ കൂടി പോയിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ തന്നെ RSS 5000-ഓളം BJP വോട്ടുകൾ തനിക്ക് കിട്ടുമെന്ന് അവകാശപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി അവിടെ പകൽ പോലെ ഒരു ഡീൽ നടന്നിട്ടുണ്ട് എന്നാണ് സലാം ഇപ്പോൾ പറയുന്നത്.